ഇതിപ്പോ ആരും എന്ത് പറഞ്ഞാലും ആറ്റക്കോയ തങ്ങളെ മക്കളും ആറ്റവീവിന്റെ ആ മക്കളും കിയാമത്തിനാളെ ആ തങ്ങളിൽ തന്നെ നടക്കും. അള്ള ജന്മം തന്നിട്ടില്ല, അതൊരു വാർത്തയില്ല അറിയില്ല. അതങ്ങനെ അതായത് നമുക്ക് അങ്ങനെയല്ലോ, അവിടെ അങ്ങനെ തന്നെ എടുക്കണം. അങ്ങനെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ്. നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അത് വേറെ വിവാദമാണ്. ഞാൻ ഒരു ദിവസം തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് അതെനിക്ക് ട്രോള് വന്നു. ഞാൻ അവരോട് നേരിട്ട് വരാൻ പറഞ്ഞു. അള്ളാഹുടാക്കട്ടെ. ഒരുപാട് ശിവതാക്കളെ വലിയ പാത്ത് വരാം. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ ഞാൻ ഉള്ളായി സത്യം അപ്പോൾ ഞാൻ ആ വീട് പൊങ്ങുമ്പോൾ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഏർവാടി കൊടിമരം വെക്കണം. എന്താ കൊടിമരം വെച്ചിട്ട് എന്താ അതിനെ ആഹിൽ പോയിട്ട് ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവരെ ഓരോരുത്തരും നേർച്ച അതിന് പൈസ കൊടുക്കുന്നുള്ളൂ. വീട് പണി ഏകദേശം തുടങ്ങിയിട്ട് കേട്ടാ. ഫോണൊന്നും വാങ്ങിയിട്ടില്ല. ഫോൺ വാങ്ങാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി പൈസ കൂട്ടാൻ എനിക്കൊരു പൈസ കിട്ടാണ്ട് അത് കിട്ടി ഫോൺ ഉണ്ടാക്കാൻ. കാസർകോട്ടുകാർ, കണ്ണൂരുകാർ, പിന്നെന്താണ് ഉണ്ടാക്കാൻ സംഭവം വിറ്റാണ്. ഒരു വലിയ പല ബാക്കിൽ പല കാര്യങ്ങളും. ചിലർ കൊടിമരം കച്ചവടാക്കാൻ വിളിക്കുന്നുണ്ട്. അതൊക്കെയാണ് കാക്കാന്നൊക്കെ ഈ കള്ളും കഞ്ചാവ് വെച്ചിട്ട് ഇന്നലൊക്കെ എന്നെ വിളിച്ചവർ എന്തായാലും ലഹരിയിലായിട്ടാണ്. കുറേ ആൾക്കാരുണ്ട്. സംസാരിക്കാൻ പോലെ കുറിച്ചുള്ളത്. ഈ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ ചില തങ്ങന്മാരെ കാണുമ്പോൾ നമുക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. നമ്മളെക്കാൾ ഒരുപാട് അറിവ് അവർക്ക് കൂടുതലുണ്ട്. മതപരമായിട്ടുള്ള അറിവ്, അതിനോട് നല്ല ജ്ഞാനം ഉണ്ടാവും. നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയാത്ത വല്ല കാര്യങ്ങളുണ്ട് അവരോട് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു തരും. അത്രയും നല്ല അറിവുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസമുള്ളവരെ, അറിവുള്ളവരെ ബഹുമാനിക്കാന്ന് കേട്ടത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെയും തങ്ങന്മാരെയൊക്കെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതൊക്കെ. പക്ഷെ ഇതുപോലെയുള്ള ചില ഊച്ചാളി തങ്ങന്മാരുണ്ട്. മതം വിറ്റ് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെട്ട ചില തങ്ങന്മാർ. ഇവനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തുണി കൊണ്ട് പൊക്കിയിട്ട് ഈ തൂവാങ്കുടിച്ചില്ലേ, ഞങ്ങളുടെ നാട്ടിൽ തൂവാങ്കുടിച്ച്, നിങ്ങൾ മറ്റുള്ളവർ എന്താ പറയുന്നത്, ഈ തൂവാങ്കുടി പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. കാണുമ്പോൾ ഉരച്ചു കൊടുക്കുക. അതിൽ ഒരു വട്ടം ഒച്ച നിർത്തിയത്. ഇതുപോലുള്ള ചില ഊച്ചാളി തങ്ങന്മാർ എന്നിട്ടും ഈ മനസ്സിലാവാതെ നമ്മുടെ പടുജാഹിലീങ്ങളുണ്ട്. കുറേ ആണുങ്ങൾ, കുറേ പെണ്ണുങ്ങൾ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കാണ്. എന്നിട്ട് ആ കൊടിമരത്തിന് കൊണ്ട് പൈസ ഇടും. മൂപ്പര് കൊടിമരം നാട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ മൂപ്പരനെ പറയണ്ട, അതിൽ കൊടുത്തിട്ട് കുറേ പൈസ ഇടും. നേർച്ച നെയ്യത്താക്കി പൈസ ഇടും ഈ കൊടിമരത്തിൻ്റെ മുകളിൽ. ആലോചിച്ച് നോക്കി. ഞാൻ ഒരു വീഡിയോക്ക് നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ അത്തരത്തിൽ വീഡിയോ നമ്മൾ കാണേണ്ട ഇടവരും. അല്ല, ഇതൊന്നും ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഈ പടുജാഹില്യങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതൊരു പന പോലെ ഇങ്ങനെ അടിച്ചു വളർന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ഇത് പറയുന്ന നമ്മളാരായി? ഞാൻ പറയണില്ല. പറയുന്ന നമ്മളായി. അത്ര തന്നെ.